ആ ചേട്ടാ, ബമ്പറുണ്ടോ? ബമ്പർ ലോട്ടറി ഉണ്ടോ? സംഭവമുണ്ട്. എന്നാണ് അതിൻ്റെ ഇത് അടുത്ത മാസം 24-ാം തീയതി. ഇത് ക്രിസ്മസ് ആണോ അതോ വിഷു? ക്രിസ്മസ് അല്ല, വിഷു ബമ്പർ. വിഷു ബമ്പർ. എത്രയാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടുന്നത്? ഇത് 12 കോടി. 12 കോടി. ഇതിൽ കുറേയൊക്കെ ടാക്സ് എല്ലാം പോയിട്ട് ടാക്സ് 35% ടാക്സ് ആ ആ പോയിട്ട് ബാക്കി ടാക്സ് പോയിട്ട് 35% ടാക്സ് പോയിട്ട് ബാക്കി എമൗണ്ട് കസ്റ്റമറിന് കിട്ടും. കസ്റ്റമറിന് കിട്ടും. അപ്പോൾ ഇതിൽ മിക്കപ്പോഴും ഈ വലിയ എമൗണ്ട് കിട്ടുമ്പോൾ ആൾക്കാർ മുങ്ങാറുണ്ട്. അതെന്തിനാണ് മുങ്ങുന്നത് ചേട്ടാ? അത് മനസ്സിലാകാത്തൊരു ഇതാണ്. മുങ്ങണെന്ന് പറഞ്ഞാൽ അടിച്ച ആൾക്കറിയാം അടിച്ചു വന്ന്. അടിച്ചതെന്ന് അറിയാം. എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാരും വന്ന് പൈസ ചുമ്മാ കിട്ടിയല്ലേ, അങ്ങനെ ഒരു അതുകൊണ്ടാണ് മുങ്ങണത്. നമുക്കറിയാം. ചേട്ടൻ പറയുന്ന ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അത് നേരം വെളുത്തപ്പോ കോടീശ്വരനായി. അപ്പൊ ഇനി അടുത്ത് എല്ലാരും വന്ന് നോക്കും, നിനക്ക് ചുമ്മാ കിട്ടില്ല, നീ പണിയെടുത്ത് കിട്ടിയല്ലോ. ചുമ്മാ കിട്ടിയെങ്കിലും ഒത്തിരി പൈസ മുടക്കിയതിനു ശേഷമാണ് ചിലപ്പോ കിട്ടുന്നത്. ചിലര് ഒറ്റ തവണ എടുക്കുന്നവരല്ല, വർഷങ്ങളായിട്ട് എടുക്കുന്നവർക്കായിരിക്കും ചിലപ്പോ ഒരു വലിയ സമ്മാനം കിട്ടുന്നത്. ഓക്കെ ചേട്ടാ, ഇതിലിപ്പം ബമ്പർ ലോട്ടറി ഡേറ്റ് അടുത്ത മാസമാണ്. അടുത്ത മാസം 24. ടിക്കറ്റിന് എത്ര റേറ്റ് വരുന്നത്? 300 രൂപ. 300 രൂപ ടിക്കറ്റിന്. ഓക്കെ, ഈ ടിക്കറ്റ് വേണം. നല്ലൊരു നമ്പറിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ നമ്പറിൽ അങ്ങനെ ഒന്നും കാര്യം, ഭാഗ്യക്കുറയാണ്. അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. സമയം നല്ലതാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. നമുക്കുള്ള പ്രൈസും കിട്ടും. 12 കോടി ഉറപ്പ്. ചേട്ടാ, ഇവിടെ ഇപ്പൊ എത്ര നാളെ തുടങ്ങിയിട്ട്? ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. ഓക്കെ. കച്ചവടത്തിൽ ഉയർച്ച താഴ്ച ഉണ്ടാവല്ലോ. വലിയ ഈ മഴയൊക്കെ പെയ്യുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് ചീത്തായി പോകില്ലേ? കച്ചവടം കുറവായിരിക്കും. അപ്പോഴ് കുറച്ച് കൈ നഷ്ടമൊക്കെ വരും. ടാലി ആയങ്ങ് പോവും. നമുക്ക് ഇതില് നഷ്ടം വരുമ്പോ എന്താണ് ചേട്ടാ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളോട് പറയാനായിട്ട്? നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇതില് മിച്ചം ഇരുന്ന് അടിച്ചാൽ നമുക്കാണ്. ഞാൻ നേരിട്ടുള്ള ഒരു ഏജന്റാണ്. ഇത് നഷ്ടം വന്നു കഴിഞ്ഞാൽ മിച്ചരിക്കുന്ന ടിക്കറ്റ് അടിക്കുമെങ്കിൽ നമുക്ക് ലാഭം, അല്ലെങ്കിൽ അടുത്ത പൈസ വരാൻ കമ്മീഷൻ കിട്ടും. അതെല്ലാം കൂടെ ടാലായങ്ങ് പോവും. ഇത് ഓണത്തിനൊക്കെ കമ്മീഷൻ കമ്മീഷൻ ഉണ്ട്, ബോണസ് ഉണ്ട്. സാലറി ആയിട്ടുണ്ട്? സാലറി ആയിട്ടില്ല. ഒരു ടിക്കറ്റ് വെക്കുന്നതിന് 6 രൂപ ജില്ലാ പൈസ. സാധാരണ ആൾക്കാർക്ക് അത്രയും കിട്ടൂല. ഉണ്ട്, എല്ലാവർക്കും. ഒരു രൂപ വരെ വ്യത്യാസമേ വരുള്ളൂ. ഏജൻസിയുടെ ഗുണം എന്താണ്? ഏജൻസി എടുത്താൽ പറഞ്ഞില്ലേ, ബോണസ് കിട്ടും. പിന്നെ ക്ഷേമനിധി ലംഘായ ബോണസ് കിട്ടും. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. മക്കൾക്ക് പഠിക്കേണ്ട ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ വല്ല വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വരുമ്പോ ഈ കച്ചവടം നടക്കാതിരിക്കുമ്പോ അതിന്റെ ഒരു ഇത് കിട്ടും. ചേട്ടാ, മറ്റൊരു കാര്യം കൂടെ, പുതിയൊരു സംരംഭകൻ, പുതിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളോട് എന്താണ് പറയാനുള്ളത്? പുതിയൊരു ബിസിനസ് ഇതല്ല, ഏത് ബിസിനസ് ആയിരുന്നാലും ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എടുത്തിയാടി ചെയ്യണോ അതോ കുറെ ആലോചിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു ബിസിനസ് ആയാലും നമ്മള് മുന്നിലോട്ടൊന്ന് ആലോചിക്കണം. മുന്നും പിന്നും ചിന്തിച്ച് ക്ലിയർ ചെയ്ത് ബിസിനസ് ഏതെന്ന് നോക്കി അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങള് ആ പൈസ നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാം നോക്കി ഒരു 50,000 വെച്ച് നിന്നാ പണി കിട്ടും. നമ്മളെ ഈ തൊഴിൽ തന്നെ നല്ലൊരു എമൗണ്ട് വേണം. ഞാൻ ഡെയിലി 10,000 രൂപ ടിക്കറ്റാണ് എടുക്കുന്നത്. അപ്പൊ അത് വിറ്റ് പോയില്ലെങ്കിൽ പിറ്റന്നത്തെ എടുക്കാൻ പാടായിരിക്കും. കയ്യില് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ യാതൊരു ബിസിനസ്സും ചുമ്മാ ബിസിനസ് മുകളിലോട്ട് വരുള്ളൂ. എടുത്ത് ചാടിയിട്ട് പിന്നെ അത് തീരുമ്പോ പിന്നെ എടുത്ത് കാര്യമില്ല. ചിലപ്പം 5,000 രൂപ ആയിരിക്കുള്ള ആ പൈസക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി എടുക്കുന്നത്. പിറ്റന്ന് മഴ, അതിന് പൈസ അടിച്ചില്ല, അവരെ കാര്യം കഷ്ടമാവും. പിറ്റന്ന് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പിന്നെ കട മേടിക്കേണ്ടി വരും. അപ്പൊ അടിച്ചാൽ നമ്മളതിൽ പൈസ ഉണ്ട്. കടയുടെ ലൊക്കേഷൻ എന്ന് പറയാം. ഇത് കാഞ്ഞിരംകുളത്ത് എവിടെയായിട്ട് വരുന്നു? കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ പൂവാ റോഡിൽ ഒരു 50 മീറ്റർ മാറി ലെഫ്റ്റ് സൈഡ്. പഴയ ഫെഡറൽ ബാങ്ക് ATM തൊട്ടടുത്ത്. പഴയ ATM മാറിയിട്ട് ഇപ്പം പുതിയൊരു ATM ആണ്. ഫെഡറൽ ബാങ്കിന്റെ ആ ATM തൊട്ടടുത്തിരിക്കുന്നത്. ഓക്കെ ഏട്ടാ, താങ്ക് യു.